വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ ഒരു വലിയ വാർത്ത വന്നിട്ടുണ്ട്. ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് UAE പറഞ്ഞിരിക്കുന്നത് അമേരിക്കയ്ക്ക് അവരുടെ വ്യോമപാത തുറന്നു തരില്ല ഇറാനെ അടിക്കാൻ എന്നുള്ളതാണ്. UAE വളരെ ശക്തമായി തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ചില കോൺസ്പിറസി തിയറീസ് പുറത്തു വരുന്നത് ഇന്ത്യയുടെ സന്ദർശനത്തിന് ശേഷം ഇന്ത്യയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടുപോയതിനു ശേഷം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളും അദ്ദേഹത്തിന് ലഭിച്ച ഒരു ധൈര്യമൊക്കെയാണ്. ഈ ധൈര്യം നമ്മൾ നേരത്തെ കണ്ടത് ബ്രസീലിയൻ പ്രസിഡന്റ് ലുലാ ഡാ സിൽവയിലാണ്. വളരെ പാവമായിരുന്ന ലുലാ ഡാ സിൽവ നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം ട്രംപിനെ അച്ചം പുച്ചം തെറി വിളിക്കുന്ന സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപ് എന്ത് പറഞ്ഞാലും അതിന്റെ 10 ഇരട്ടിയായിട്ട് തിരിച്ചു പറയുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോ UAE ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അമേരിക്ക ഇന്ത്യയും ഒരു തുറന്ന യുദ്ധത്തിലേക്കല്ല, ഒരു എന്താ പറയുക, ഒരു സമയത്ത് റഷ്യയും അമേരിക്കയും തമ്മിൽ ശീതയുദ്ധം നടന്നതുപോലെ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു ശീതയുദ്ധത്തിലേക്ക് കടക്കുകയാണോ എന്നുള്ളൊരു തോന്നൽ പല ആൾക്കാർക്കുമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം UAE വ്യോമപാത തുറന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞതിൽ നരേന്ദ്രമോദിയുടെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവിടെ കഴിഞ്ഞ ദിവസം ഉർസുല വന്നിരുന്നു. ഇപ്പോഴും അവർ നമ്മുടെ നാട്ടിലുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. FTA കരാറുകൾ ഒപ്പിടാൻ, ഫ്രീ ട്രേഡ് കരാർ ഒപ്പിടാൻ, യൂറോപ്പുമായിട്ട് ഒപ്പിടാനാണ് അവർ വന്നിരുന്നത്. ആ സാഹചര്യത്തിൽ നരേന്ദ്രമോദി അവരെ സ്വീകരിച്ചു. വലിയ വാർത്തയായിരുന്നു, ലോകരാജ്യങ്ങളെല്ലാം അത് കവർ ചെയ്തു. കവർ ചെയ്യുന്ന ആ സാഹചര്യത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ സെക്രട്ടറി, നമ്മുടെ ഡൊണാൾഡ് ട്രംപിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബസന്റ് ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചു. ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചിട്ട് അവർ പറയുന്നത്, നിങ്ങൾക്ക് ഇന്ത്യ അല്ല, നിങ്ങൾക്ക് അമേരിക്കയാണ് നിങ്ങൾക്ക് എന്താണ് പൈസയും ചെലവും തന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിന് അമേരിക്കയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. നാറ്റോ അമേരിക്കൻ സൈന്യമില്ലാതെ ഇല്ല, യൂറോപ്പ് അമേരിക്ക ഇല്ലാതെ ഇല്ല എന്നാണ് ഇവർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കരാറൊക്കെ അയക്കോ, പക്ഷേ ഞങ്ങൾ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം അതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ ഇന്ത്യ ഏത് തരത്തിലും റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി കുറയ്ക്കണം എന്ന് ഇവർ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പൊ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും ഇവർ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതിനിടയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ UAEയും ഈ സുഡാനുമായിട്ടുള്ള ഈ സ്വർണ്ണ കരാറുണ്ട്. ഈ സ്വർണം ഏറ്റവും കൂടുതൽ സുഡാനിൽ നിന്ന് UAEയിലേക്കാണ് എത്തുന്നത്, ദുബായിൽ നിന്നാണ് എത്തുന്നത്. അത് ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് നമ്മുടെ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ അത് മേടിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഡോളറൈസേഷന്റെ ഭാഗമായി ഇന്ത്യ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്വർണ്ണത്തിലായതുകൊണ്ട് തന്നെ UAEയുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്വർണ്ണം വാങ്ങിച്ച് ഇന്ത്യ റിസർവ് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ അതിന് തുടക്കം വെച്ചു. സൗദിയും അമേരിക്കയുമാണ് സഖ്യം. ഈ ഇന്ത്യ, UAE, ഇസ്രായേൽ ഒരു ത്രയം വരും എന്ന് ഇവർ പറയുന്നുവെങ്കിലും, ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നുവെങ്കിലും, അപ്പുറത്ത് പാകിസ്ഥാൻ, സൗദി, തുർക്കി 3 പേരും തമ്മിലുള്ള ഒരു സജീവമായിട്ടുള്ള ചർച്ചകൾ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുമ്പോഴും ഈ 3 രാജ്യങ്ങളുടെയും പിറകിൽ ഒരു വമ്പൻ ശക്തിയായിട്ട് അമേരിക്കയാണ്. അമേരിക്കയുടെ ഒരു കളിപ്പാവകളാണ് ഈ 3 രാജ്യങ്ങളും ഇന്ത്യയെ എതിർക്കാനുള്ളത് എന്നുള്ള ഒരു ടേക്കും പല മാധ്യമങ്ങളും എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു കോൾഡ് വാറിന്റെ ഒരു സാധ്യത പല മാധ്യമങ്ങളും വിലയിരുത്തുന്നുണ്ട്. പിന്നെ ഈ അമേരിക്കയുമായിട്ട് നമ്മൾ വ്യാപാര കരാറിൽ ഏർപ്പെടാത്തത് അമേരിക്കയെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇന്ന് കരാർ ഇന്നലെ പേപ്പർ വർക്കൊക്കെ പൂർത്തിയായി. ഇന്ന് FTA കരാർ യൂറോപ്പുമായിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനകത്ത് അഭിഷേകം പറഞ്ഞതുപോലെ നമ്മൾ അതിനകത്ത് കാർഷിക ഉൽപ്പന്നങ്ങളും പാൽ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് രണ്ടും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് അവർ സമ്മതിക്കുകയും ചെയ്തു, വേണ്ട അത് ഉൾപ്പെടുത്തുന്നതാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ ആവശ്യം ഇത് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അതിനിടയിൽ ഒരു ഓഡിയോ ചോർന്നു. ഓഡിയോ കഴിഞ്ഞ ദിവസം ഇതുപോലെ ട്രംപിന്റെ ഒരു മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുടേതായിരുന്നു. അയാൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, JD വാൻസിന്റെയും ഈ സ്കോട്ട് ബസന്റിന്റെയും പിടിവാശിയാണ് ഇന്ത്യയുമായി കരാർ ഒപ്പിടാൻ, നവാരോയുടെയും പിടിവാശിയാണ് ട്രംപിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത് ഇന്ത്യയുമായിട്ട് കരാർ ഒപ്പിടാതിരിക്കാൻ എന്നുള്ളതാണ്. പക്ഷെ ആ ഓഡിയോ ചോർന്നത് പല ആൾക്കാരും പറയുന്നത് അമേരിക്കയുടെ ഒരു മുഖം രക്ഷിക്കാൻ, ഞാനൊരു അനാലിസിസിന്റെ ഒരു ഭാഗമാണ് കേട്ടോ പറയുന്നത്, അപ്പൊ മുഖം രക്ഷിക്കാനാണെന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇന്ത്യയുമായിട്ട് കരാർ ഒപ്പിടേണ്ട ആവശ്യം, ഇന്ത്യയാണ് അത് നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നുള്ളതാണ് പല ആൾക്കാരുടെയും ടേക്ക് എന്ന് പറയുന്നത്. അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അമേരിക്കയെ ഒന്ന് പൂട്ടാനായിട്ടാണ് ഇന്ത്യ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് പലരും പറയുന്നത്. US-ഉം ഇന്ത്യ ട്രേഡ് ഡീലും മാക്സിമം നീട്ടുന്നത് കാര്യം പറയുന്നുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിഡ് ടേം ഇലക്ഷൻ അടുക്കുന്നത് വരെയെങ്കിലും ഈ കരാർ നമുക്ക് തള്ളിക്കൊണ്ട് പോയാലേ അമേരിക്ക ഇന്ത്യൻ ഡിഫൻസ് കരാറുകൾക്ക് ആഗോളതലത്തിൽ പാര വയ്ക്കുന്നത് ഫലപ്രദമായി തടയാൻ പറ്റുമെന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത്. ഒപ്പം കൂടുതൽ രാജ്യങ്ങൾ അമേരിക്കൻ ട്രഷറി ബോണ്ട് ഒഴിവാക്കാൻ തുടങ്ങിയാൽ അവരുടെ വിലപേശൽ കരുത്ത് കുറയുമെന്നും നല്ലൊരു ഡീൽ ആ സമയത്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നും ഇന്ത്യ വിചാരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അന്തരാർത്ഥം എന്നും പല ആൾക്കാരും പറയുന്നുണ്ട്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം? പല ഭാഗത്തും പല ആൾക്കാർ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇത് വ്യാഖ്യാനിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിലുള്ള സാധനം? അതായത് ഈ
കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മുടെ ഈ ലോകക്രമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുവരെ അമേരിക്ക കേന്ദ്രീകൃതമായിട്ടായിരുന്നു ലോകം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ആ ശീത യുദ്ധകാലത്തിന് ശേഷം റഷ്യയൊക്കെ ഡൗൺ ആയി പോയി, USSR ഒക്കെ ഡൗൺ ആയി പോയതിനു ശേഷം ലോകം മുഴുവൻ അമേരിക്ക കേന്ദ്രീകൃതമായിട്ടായിരുന്നു. അതായത് അമേരിക്ക എന്ത് പറയുന്നു അതനുസരിച്ച് ചലിച്ചുകൊണ്ടിരുന്ന ലോകമായിരുന്നു. പക്ഷെ അതിനൊരു ചേഞ്ച് വന്നത് ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതുവരെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ആ പോളിസികൾ അതേപോലെ നിലനിർത്തുകയും ആ പോളിസിയിൽ കുറെ അപ്ഡേഷൻസ് കൊണ്ടുവന്നു. ചേരുചേര ആണ് നമ്മുടെ നയം. പക്ഷെ ചേരേണ്ടടുത്ത് നമ്മൾ ചേരും, അതാണ് നമ്മുടെ പുതിയ നയം. അതായത് നമുക്കൊരു നിലപാടുണ്ട്, നിഷ്പക്ഷരല്ല നമ്മൾ, പക്ഷമുണ്ട്. ഇതാണ് അതായത് നമ്മുടെ പൊതു നിലപാടിന്റെ ഒപ്പം തന്നെ അതിനെ കുറച്ച് അപ്ഡേറ്റ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യഘട്ടത്തിൽ സാധാരണപ്പെട്ട ജനത്തിന് ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല. സാധാരണ ജനം ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങുന്ന ട്രംപിന്റെ താരിഫൊക്കെ വന്നതിന് ശേഷമാണ്. ഇത് അതിന് മുമ്പേ തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ അതിന്റെ ഭാഗമായിട്ടാണ് ബ്രിക്സ് ഉച്ചകോടി. ആദ്യം ഈ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കടലാസ് സംഘടനയാണെന്ന് പറഞ്ഞ് ചിരിച്ചിരുന്ന നാറ്റോയും G7 അമേരിക്കയൊക്കെ പിന്നീട് ബ്രിക്സിനെ ഭയക്കാൻ തുടങ്ങിയതും ഈ കൂട്ടായ്മ നാൾക്കുനാൾ ശക്തി പ്രാപിക്കുന്നുണ്ട്. പിന്നെ ഒരു വിഷയം കൂടി അവശേഷിക്കുന്നുണ്ടായിരുന്നു. പൂച്ചക്കാര് മണി കെട്ടും എന്നുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. കാരണം ചൈന ഓൾറെഡി മണി കെട്ടുന്നവരാണ്, അവരതിനു മുമ്പ് കെട്ടി തെളിച്ചിട്ടുമുണ്ട്. പിന്നെ ചൈന മാത്രം കെട്ടിയതുകൊണ്ട് കാര്യമില്ല, കാരണം ചൈനയെ നമ്പാൻ കൊള്ളില്ല. അവരുടെ ആവശ്യത്തിന് വേണ്ടി മണി കെട്ടുകയും മണി അഴിക്കുകയും ചെയ്യും. അപ്പോൾ വേറൊരു ശക്തമായ ഒരു നിലപാടെടുക്കുന്ന ഒരു രാജ്യം മുമ്പോട്ട് വന്നേ മതിയാകും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ അതിന് തയ്യാറാകുകയും മണി കെട്ടാൻ നമ്മൾ നിർബന്ധിതരാകുകയുമായിരുന്നു ചെയ്തതെന്ന് ഇവിടെ പറയാം. കാരണം ഡൊണാൾഡ് ട്രംപിന് പാളിപ്പോയത് അദ്ദേഹം കുറഞ്ഞ പക്ഷം ബൈഡന്റെ കാലത്തെ അമേരിക്ക റിലേഷനോ ഇല്ല അതിനു മുമ്പുള്ള അമേരിക്ക റിലേഷനോ ഒന്ന് സ്റ്റഡി ചെയ്യണമായിരുന്നു. അവര് വലിയ സ്നേഹത്തിലായിരുന്നു എന്നുള്ളതല്ല, അവര് നമ്മളെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. എങ്കിൽ പോലും അവരുടെ ദ്രോഹിക്കുന്നതിന്റെ രീതി എങ്ങനെയായിരുന്നു, അവർക്ക് എന്തൊക്കെ തിരിച്ചടികളാണ് ബൈഡന്റെ കാലത്ത് കിട്ടിയത്. ഇപ്പൊ നമ്മൾ ട്രംപുമായിട്ട് മിണ്ടുന്നില്ലെന്നുള്ളത് വലിയ വാർത്തയല്ലേ. ഇതിന് തൊട്ടു മുമ്പിരുന്ന ബൈഡനുമായിട്ട് നമ്മൾ എത്ര മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്? ബൈഡനുമായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ട്രംപ് വന്നതിന് ശേഷം അല്ല ഇന്ത്യയുമായിട്ടുള്ള, ബൈഡന്റെ കാലത്ത് തൊട്ട് തുടങ്ങിയതാണിത്. ബൈഡന്റെ കാലത്ത് തൊട്ട് ഈ നമ്മുടെ റിലേഷൻ അകന്നു തുടങ്ങിയതാണ്, അല്ലാതെ ട്രംപ് വന്നതിന് ശേഷമല്ല. അതാണ് ഒരു വലിയ തെറ്റിദ്ധാരണ ജനത്തിനുള്ളത്. അതിന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ബൈഡനുമായിട്ട് എത്ര മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്, ബൈഡനുമായിട്ടുള്ള റിലേഷൻസ് എങ്ങനെയായിരുന്നു, അമേരിക്ക നമുക്കെതിരെ കൊണ്ടുവന്നിട്ടുള്ള എന്തൊക്കെ ഉടായ്പുണ്ടോ അതെല്ലാം ആ കാലഘട്ടത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴെന്താന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ശക്തരാകുന്നു. കാരണം നമ്മുടെ വിപണി ലോകം തിരിച്ചറിയുകയും ഇതൊരു ശക്തമായ വിപണിയാണ്, ഇത് കൈവിട്ട് കളയാൻ ആരും തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. രണ്ടാമത്തെ കാര്യം, സ്റ്റേബിൾ ആയിട്ടൊരു ഭരണം മുമ്പോട്ട് പോകുന്നു. സ്റ്റേബിൾ ആയിട്ട് ഏത് രാജ്യം ഭരണം മുൻപോട്ട് പോകുന്നുണ്ടോ ആ രാജ്യത്തിന് വെച്ചടി കയറ്റം മാത്രമേ ഉണ്ടാകുള്ളൂ, ഇറക്കം ഉണ്ടാകില്ല. ഒരു പക്ഷേ BJP മാറിയാലും 5 വർഷം കഴിയുമ്പോൾ കോൺഗ്രസ് ആണ് വരുന്നതെങ്കിൽ പോലും അതൊരു സ്റ്റേബിൾ ഭരണമാണ്. പക്ഷേ ഈ സ്റ്റേബിൾ ഭരണത്തിൽ ഒരു മിടുക്കനായ ഭരണാധികാരി കൂടെ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ വരും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം അമേരിക്ക കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇന്ത്യക്കെതിരെ പണി നടക്കുക. ഏറ്റവും അവസാനത്തെയാണ് ഇപ്പൊ ധനുഷ് നേരത്തെ സൂചിപ്പിച്ച സ്വർണത്തിന്റെ കാര്യം. ഇന്ത്യ ഏറ്റവും കൂടുതൽ സേവിങ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വർണത്തിലാണ്. അത് UAE വഴിയാണ് നമ്മൾ നമ്മുടെ സ്വർണ്ണങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ സുഡാനുമായിട്ട് സൗദി പോയൊരു കരാർ ഒപ്പുവെക്കുകയും സ്വർണത്തിന്റെ ആ ഒരു കരാറാണ് അവർ വെച്ചിരിക്കുന്നത്. അതായത് ഗോൾഡിന് UAEക്ക് കിട്ടില്ല, സൗദിക്ക് കിട്ടും. ഇതും പോരാഞ്ഞിട്ടാണ് സുഡാനിൽ കൊണ്ടുവന്ന് ബോംബിട്ടിട്ട് പോയി അമേരിക്ക. പറഞ്ഞത് ക്രിസ്ത്യാനികളെ രക്ഷിക്കാനാണെന്ന്. ക്രിസ്ത്യാനികളെ രക്ഷിക്കാനല്ല, സ്വർണ്ണ ഖനനങ്ങൾ നടക്കരുത്. നൈജീരിയയിൽ അവർ ചെയ്തത് അത് തന്നെയാണ്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അവർ വിൽക്കരുത്. അല്ലാതെ ഇവരാരെയും രക്ഷിക്കാനൊന്നുമില്ല. അങ്ങനെ രക്ഷിക്കാനായിരുന്നുണ്ടെങ്കിൽ ഇവർ പാകിസ്ഥാനിൽ എന്നേ ബോംബിടുന്നതായിരുന്നു, അവിടെ ക്രിസ്ത്യാനികളെ കൊല്ലുന്നില്ലായിരുന്നു. സിറിയ പിന്നെ ഇടുന്നുണ്ട്, ചൈനയിൽ ഇടാൻ പാടില്ലായിരുന്നു. ഇവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതല്ല ലക്ഷ്യം. ഈ രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കുക, അവിടുന്ന് ഒരു തരി പോലും അവർക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയരുത്. അഥവാ ഇനി ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ സൗദി, അമേരിക്കയുടെ വലങ്കയായ സൗദിയെ കൊണ്ടത് വാങ്ങിപ്പിക്കുക, ഇതായിരുന്നു ലക്ഷ്യം. പക്ഷെ അവിടെയും ഇന്ത്യ അതിന് തടയിട്ട് കഴിഞ്ഞു. തടയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതും വകവെക്കുന്നില്ല. ഇപ്പോൾ ഒരാൾ ഭീഷണിപ്പെടുത്തുകയോ, അതായത് നമ്മളെ എല്ലാ തരത്തിലും വരിഞ്ഞു മുറുക്കി വെള്ളം കുടിപ്പിക്കുക എന്നുള്ളത് അമേരിക്ക കഴിഞ്ഞ കുറെ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും അത് തുടരുകയും ചെയ്യുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ഉദാഹരണം മാത്രമാണ് ഈ സുഡാനും സ്വർണവും ഒക്കെ. അതിനു മുമ്പ് എന്താണ് അവർ ചെയ്തത്? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞ് എത്ര തിട്ടൂരം ഇറക്കി. അത് ഇറക്കുമ്പോൾ തന്നെ തുർക്കി അടക്കമുള്ള അവരുടെ സഖ്യത്തിൽപ്പെടുന്ന രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യ യഥേഷ്ടം എണ്ണ ഇറക്കി. അപ്പോഴാണ് ഇന്ത്യ പറഞ്ഞത് ഇരട്ടത്താപ്പ് വേണ്ട, നിങ്ങളൊന്നെങ്കിൽ നിങ്ങളുടെ ആൾക്കാരെ കൊണ്ട് നിർത്തിക്കെന്ന് പറയുന്നുണ്ട്. ഇന്നലെ പറഞ്ഞ US-ന്റെ ഈ മന്ത്രിസഭയിൽ അംഗം പറഞ്ഞത് എന്താണ്? യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായിട്ട് കരാർ ഒപ്പിടുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് റഷ്യയെ സഹായിക്കലാണ്, റഷ്യക്ക് സാമ്പത്തിക സഹായം ചെയ്യാണ്, യുദ്ധത്തിൽ നിങ്ങൾ പങ്കാളികളാകുകയാണെന്നൊക്കെയാണ് ഇന്നലെ പറഞ്ഞത്.
അതൊന്നും യൂറോപ്പിൽ അവർ കേട്ടില്ല. ഇത് എല്ലാ കാലവും അമേരിക്ക എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന ഒരു കാര്യമാണ്, പല രീതിയിൽ വരിഞ്ഞു മുറുക്കുക. മുൻപ് ഇന്ത്യ വരിഞ്ഞു മുറുക്കുക വളരെ എളുപ്പമുള്ള കാര്യമായിരുന്നു. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് നമ്മുടെ ക്രൂഡ് ഓയിലിന് വേണ്ടിയിട്ടാണ്, എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അമേരിക്കയുടെ കയ്യിലുണ്ടായിരുന്ന മിഡിൽ ഈസ്റ്റ് വെച്ച് ഇന്ത്യയെ വളരെ എളുപ്പത്തിൽ വരിഞ്ഞു മുറുക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ നരേന്ദ്രമോദി വന്നതിന് ശേഷം അത് ഏതാണ്ട് 40-42 രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ ആരംഭിക്കുകയും ഏത് പ്രതിസന്ധിയിലും നമ്മൾ എണ്ണ വാങ്ങും കുറഞ്ഞ റേറ്റിന് എന്നവർക്ക് തെളിയിച്ചു കൊടുക്കുകയും കൂടി ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ അടുത്ത മാർഗം നോക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് താരിഫ് ചുമത്തിയത്. ഈ താരിഫിൽ നമ്മൾ കുലുങ്ങിയില്ല എന്നുള്ളത്, നമുക്ക് നഷ്ടം വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ആ നഷ്ടത്തിൽ നമ്മൾ കുലുങ്ങാതെ നിൽക്കുകയും കൂടുതൽ ഇടങ്ങളിലേക്ക് നമ്മുടെ ബിസിനസ് വ്യാപിപ്പിക്കാനുള്ള നീക്കം നടത്തുകയും അത് വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇനി പ്രത്യേകിച്ചുള്ളത് നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന, ഇല്ലെങ്കിൽ നമുക്ക് ഇൻകം വരുന്ന ഏതൊക്കെ വഴികളാണോ ആ വഴികൾ ബ്ലോക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ UAE ആയിട്ട് ഇപ്പോൾ ഉള്ള ഇഷ്യൂസ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സുഡാനുമായിട്ട്. പിന്നെ UAEയും സൗദിയും തമ്മിൽ ശത്രുക്കളാണ് ഇപ്പോൾ. ഇങ്ങനെയൊക്കെയുള്ള ചില ഇഷ്യൂസ്. ഇനി പാകിസ്ഥാനെ മാത്രം മുൻനിർത്തി ഇനി ഇന്ത്യക്കെതിരെ കളിക്കാൻ കഴിയില്ല. മുമ്പ് അവർ ചെയ്തുകൊണ്ടിരുന്ന പണി പാകിസ്ഥാനെ പിരികേറ്റിക്കൊണ്ട് നമ്മുടെ ഭീകരവാദം മറ്റോ, കാരണം ഇനി പിരികേറ്റി കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇനി കാണുമോ എന്ന് അറിയില്ല. കാരണം അതിന് നമ്മൾ വ്യക്തമായ ഒരു സന്ദേശം കൊടുത്തു കഴിഞ്ഞു. ഇന്നലെ റിപ്പബ്ലിക് ഡേ പരേഡിൽ നമ്മൾ മറ്റൊരു പ്രഖ്യാപനം കൂടെ നടത്തിയിരുന്നു. മ്യാൻമാറിൽ കടന്നു കയറി അവിടെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ നമ്മുടെ ലഫ്റ്റനന്റ് കേണൽക്ക് അദ്ദേഹത്തിന് ഒരു കീർത്തി ചക്രം നൽകി, ശൗര്യചക്രം നൽകിക്കൊണ്ട് നമ്മൾ ലോകത്തോട് പോയി പറഞ്ഞത് അത് പാകിസ്ഥാനല്ല എവനായാലും അടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള സാഹചര്യത്തിൽ അതിനും സ്കോപ്പില്ല. പിന്നെ ഇത് കൂടാതെ തന്നെ ഇപ്പൊ ട്രംപിന് സംഭവിച്ചത് ബൈഡനെ പോലെയല്ല. ട്രംപിന്റേതായ കുറെ ധാർഷ്ട്യം കൂടെ ഉണ്ടായിരുന്നു കൊണ്ടാണ് ഈ പിച്ചും പോയി ഇങ്ങനെ വിളിച്ചു. ബൈഡൻ അങ്ങനെയല്ലായിരുന്നു, സൈലന്റ് ആയിട്ട് നിന്ന് പണി തന്നുകൊണ്ടിരുന്നതാണെങ്കിൽ ട്രംപ് അങ്ങനെയല്ല, കുറച്ചുകൂടി വിളിച്ചു പറയുന്ന ഒരു സ്വഭാവക്കാരനായതുകൊണ്ടാണ് അദ്ദേഹം ഈ തരത്തിലേക്ക് പറയുന്നത്. ഇനി യുദ്ധത്തിന് വല്ല സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് വേറൊരു വഴിയും നിലവിൽ കാണുന്നില്ല. കാരണം ചൈനയെ സംബന്ധിച്ച് ചൈനയ്ക്ക് നന്നായി അമേരിക്ക അറിയാം. ചൈന പിരികേറ്റുന്നുണ്ട്. ചൈന ഒരിക്കലും ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് വരത്തില്ല അമേരിക്ക പിരികേറ്റുന്നുണ്ട്. കാരണം ചൈനയ്ക്ക് അവരുടെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകണം, അവർക്ക് സ്വസ്ഥവും സമാധാനമായിട്ട് അവരുടെ കച്ചവടം ലോകത്ത് മുഴുവൻ പൊടിപിടിക്കണം എന്നുള്ളത് മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഇന്ത്യ കണക്കൊരു വിപണി തളർത്താൻ അവർ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ എല്ലാം തന്നെ പൊളിയുകയാണ്. അത് ട്രംപിന്റെ കണക്കൂട്ടിൽ തെറ്റിയത്, ഒന്ന്, ഈ ചൈനയും ഇന്ത്യയും തമ്മിൽ അടുക്കില്ല എന്ന് ട്രംപ് കരുതി. അത് ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റ് എന്ന് പറഞ്ഞത് ഈ പാകിസ്ഥാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ പ്രതികരിക്കില്ല എന്ന് കരുതി. അത് രണ്ടാമത്തെ തെറ്റ്. മൂന്നാമത്തെ തെറ്റ്, ഇന്ത്യയെ നമ്മൾ ഭീഷണിപ്പെടുത്തുമ്പോൾ മറ്റ് ലോകരാജ്യങ്ങളൊന്നും ഇന്ത്യയെ കൂടെ കൂട്ടില്ലെന്നും ഇന്ത്യയുമായി ട്രേഡ് ചെയ്യില്ലെന്നും വിചാരിച്ചു. പക്ഷെ അവിടെയും പൊളിഞ്ഞടങ്ങിപ്പോയി. മിഡിൽ ഈസ്റ്റിൽ പോലും നമുക്ക് ഒരു ഉത്തമനായ പങ്കാളിയെ കിട്ടുകയും ആ പങ്കാളിയെ കൊണ്ട് എന്ത് ചെയ്യിക്കണമെന്ന് ഉള്ള പവറിലേക്ക് നമ്മൾ എത്തിയതും ട്രംപിന് പറ്റിപ്പോയ മൂന്നാമത്തെ പാളിച്ചയാണ്. നാലാമത്, അദ്ദേഹം റഷ്യയെ അത് തുറന്നു പറഞ്ഞു ട്രംപ്, റഷ്യയുമായിട്ട് അവരെ നമുക്ക് അകറ്റാൻ കഴിയില്ല, അവർ പരമ്പരാഗതമായിട്ടുള്ള ബന്ധമാണെന്ന്. അഞ്ചാമത് ഒന്നുകൂടി നമ്മൾ തെളിയിച്ചു. കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സഭയിൽ ഇറാൻ അനുകൂലമായി വോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, നിന്റെ തിട്ടൂരം അവിടെ ഇരിക്കട്ടെ, ഞങ്ങള് ഇറാന്റെ പക്ഷത്താണ്, അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങൾക്ക് കൈയടത്തണം ചങ്കൂറ്റത്തോട് പറയുകയും കൂടി ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്, ഈ തരത്തിലൊന്നും. കാരണം ഇതിപ്പോ നരേന്ദ്രമോദിയുടെ മാത്രം ഒരു ഗുണം മാത്രമല്ലത്. നമ്മുടെ ഈ രാജ്യത്തെ ജനങ്ങളുണ്ട്. ആ ജനങ്ങൾ ഇതിനൊക്കെയുള്ള അനവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. അതിനുശേഷം നമ്മൾ എന്തൊക്കെ അതിജീവിച്ചിട്ടുണ്ട്, പട്ടിണിയും പരിവട്ടവും അതിജീവിച്ചിട്ടുണ്ട്. ആ അതിജീവിച്ചെന്ന് പോരാടി വന്നൊരു ജനമാണ്. ആ ജനത്തിന് മുമ്പിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മൾഗർ ഇല്ലായിരുന്ന കാലമുണ്ടായിരുന്നു. മൾഗറും മറ്റുള്ളതൊക്കെ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാലമുണ്ടായി. അതുപോലെ അവർ നിർത്തിവെച്ചത് ഗോതമ്പ് തരാതിരുന്നിട്ടില്ലേ. അങ്ങനെയാണല്ലോ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം തന്നെ നമുക്ക് മുഴക്കേണ്ടി വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർക്കറിയാം. അപ്പൊ അങ്ങനെ ഉള്ളൊരു ജനം, ആ ജനത്തിന് ലീഡർഷിപ്പിലേക്ക് അതിനേക്കാൾ ക്വാളിറ്റി ഉള്ള ഒരാൾ വരികയാണ്. വാ മക്കളെ, നിങ്ങൾ തയ്യാറാണെങ്കിൽ പിന്നെ നമുക്കങ്ങോട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞിറങ്ങാൻ പറ്റുന്ന ഒരു ഭരണാധികാരിയോട് വരുമ്പോൾ സംഭവം കളി മാറുകയാണ്. ഇനി ഇവരുടെ മുമ്പിൽ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. കാരണം ഇവരുടെ കയ്യിൽ ഇവർക്ക് ബലപേശനുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളായിരുന്നു. 27 രാജ്യങ്ങൾ. ആ രാജ്യങ്ങളെ വെച്ചിട്ടായിരുന്നു പറഞ്ഞത് ഇനി യൂറോപ്പിലേക്ക് കയറ്റി അയക്കാൻ പറ്റത്തില്ല, അത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന അവരിവിടെ വരുന്ന ഫ്രീ ട്രേഡിംഗ് കരാർ എന്ന് പറഞ്ഞാൽ ആ കരാറിന്റെ കുറെ കാര്യങ്ങൾ വായിച്ചപ്പോൾ തന്നെ സത്യത്തിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രയോജനം കിട്ടുന്നത്. കാരണം ഇന്ത്യയിൽ നിന്ന് കയറിപ്പോകുന്ന വസ്തുക്കൾക്ക് സീറോ താരിഫാണ്, താരിഫില്ല. ഒരുപാട് കച്ചവടം നടക്കും. പ്രത്യേകിച്ച് ക്ലോത്ത് ഐറ്റംസിന് ഏറ്റവും കൂടുതൽ സീറോ താരിഫിൽ UK വിൽക്കുന്നത് ഈ ബംഗ്ലാദേശിന്റെ പാകിസ്ഥാന്റെ ഒക്കെ. അവിടെ അല്പം കൂടെ ക്വാളിറ്റി ഉള്ള സാധനം ഇന്ത്യയുടെ ചെന്ന് കഴിഞ്ഞാൽ ആ മാർക്കറ്റ് വലിയ രീതിയിൽ തന്നെ ഇന്ത്യക്ക് കിട്ടും. ക്ലോത്ത് ഇനി അവിടുന്ന് ഇറക്കുമതി ചെയ്യുന്ന കാര്യം, 10 വർഷത്തിനുള്ളിൽ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാറിന്റെ ടാക്സ് 10% വരും. അവരുടെ വണ്ടി ഇവിടെ കിടന്ന് ധാരാളം ഓടുന്നുണ്ട്. അതുപോലെ ലിക്കർ, വൈന്, ഇതൊക്കെ ഒരു വലിയ ബിസിനസ് മേഖലയാണ് അവരെ സംബന്ധിച്ച്. അതെല്ലാം സീറോ താരിഫിലേക്ക് 10 വർഷം കൊണ്ടേ എത്തത്തുള്ളൂ അവിടുന്ന് ഇറക്കുമതി ചെയ്യുന്നത്. എങ്കിൽ പോലും അവരെ സംബന്ധിച്ച് ഈ 110 ടെസ്ല കാർ ഇവിടെ 110% നികുതി കൊടുത്ത് വിൽക്കുമ്പോൾ
UK കാറ് എത്തുന്നത് 40% നികുതി കൊടുത്താ. അപ്പോൾ സാധാരണപ്പെട്ട ഒരു കസ്റ്റമർ 110% ടാക്സ് കൊടുത്ത് കാറ് മേടിക്കുമോ അതോ 40% ടാക്സ് കൊടുത്ത് കാറ് മേടിക്കുമോ? കച്ചവടക്കാർക്കാരും കിട്ടുക. ഇതാണ് ഇതിനകത്ത് വ്യത്യാസം. പിന്നെ ഈ ആയുധത്തിന്റെ കാര്യത്തിലും ഇപ്പോൾ ഇന്ത്യ സ്വയം പര്യാപ്തമായിട്ടാണ് നിൽക്കുന്നത്. അതും നമ്മൾ ലോകത്തിന് മുമ്പ് പ്രൂവ് ചെയ്യിച്ചു കൊടുത്തു. നമ്മൾ വല്ലവന്റെ സാധനം മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്ന രാജ്യമല്ല എന്നുള്ള ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മൾ തെളിയിച്ചു കൊടുത്തു. അതിപ്പോ ബ്രഹ്മോസ് ആയാലും ഈ S-400 നമ്മൾ പുതിയ അപ്ഡേഷൻ വരുത്തിയതായാലും നമ്മുടെ അതീവ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ അതിലൊക്കെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ അമേരിക്കയുടെ ആയുധം മാത്രം നോക്കി ഇരിക്കുകയല്ല. ഇല്ല തന്നെ അമേരിക്കയുടെ ആയുധം അല്ല നമ്മൾ യൂസ് ചെയ്യുന്ന 60-65% നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ആയുധങ്ങൾ തന്നെ. ഇതേ രീതിയിലേക്ക് മുമ്പോട്ട് പോയി. ഇങ്ങനെ എല്ലാവരും അവരെ വരിഞ്ഞു മുറുക്കാൻ ആരംഭിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഒറ്റപ്പെട്ടു പോയി. ഒടുവിൽ കൂടെ നിന്നിരുന്ന യൂറോപ്യൻ കൺട്രീസിന് താരിഫ് അടിച്ചു കൊടുത്തപ്പോഴും അവർക്ക് മനസ്സിലായി ഇവനെ ഇനി നമ്പിക്കൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. പണ്ടേ തന്നെ അവർക്കത് മനസ്സിലായിരുന്നു. കാനഡ, ചൈനയുമായിട്ട് ബിസിനസിന്റെ പേരിൽ കാനഡയ്ക്ക് ഇപ്പോൾ 25% ടാക്സ് ചുമത്തുമെന്നാണ് ഇപ്പൊ ട്രംപ് പറയുന്നത്. ആ കാനഡ എന്താ ചെയ്തത്? അടുത്ത വണ്ടിക്ക് ഇന്ത്യയിലോട്ട് വരിക, നാളെ മറ്റന്നാളോ അവിടുത്തെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വരിക, അടുത്ത വണ്ടി പിടിച്ചു, വണ്ടി വിടുന്നു പറഞ്ഞു ഇന്ത്യയിലേക്ക്. കാരണം നമുക്ക് ഉള്ള കച്ചവടം അവിടുന്ന് കിട്ടിയാൽ മതി. എന്തെങ്കിലും കച്ചവടം അവന്മാരെ കൂടെ വെറുപ്പിച്ച് നാനാ വഴിക്ക് വെറുപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകും. ഒരു രാജ്യത്തിന് ജീവിക്കണമെങ്കിൽ ഒരുപാട് പേരുടെ സഹായങ്ങൾ ആവശ്യമാണ്. ഇന്ത്യക്കായാലും വേണം, എല്ലാവർക്കും വേണം. അപ്പോ ലോക പോലീസിനെയും കണ്ടുകൊണ്ടിരുന്ന അവിടെ കണ്ടുകൊണ്ടിരിക്കാനേ കഴിയൂ. ഇനി വരാൻ പോകുന്ന സംഭവം ഈ നവംബറോട് കൂടി അമേരിക്കയിൽ അവിടുത്തെ വിദഗ്ധർ പറയുന്നത് പണപ്പെരുപ്പം ഉയരുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനം ഉണ്ടാകുകയും ചെയ്തു. കുറഞ്ഞത് 20% നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ ഇപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ പാർട്ടി തോക്കും. മറ്റവർ ജയിച്ചു കയറി കഴിഞ്ഞാൽ ട്രംപ് ഈ ഭരണം തീരുന്നതിന് മുമ്പ് അനവധി വട്ടം ഇംപീച്ച്മെന്റിന് വിധേയരാകുന്ന ഒരു പ്രസിഡന്റായിട്ട് മാറും. അതുണ്ടാക്കുന്ന നാണക്കേട്, അതുണ്ടാക്കുന്ന ആ ഒരു വിശ്വാസ്യത തകർച്ച, അതൊക്കെ ഇപ്പോഴേ തന്നെ ഇല്ല. ഈ ഒരു സാഹചര്യത്തിലേക്കാണ് പോയത്. പുള്ളി ചാടിപ്പിടിച്ച് വെനസ്വേലയിലേക്ക് പോയി അവിടുത്തെ എണ്ണയെടുത്ത് മറിച്ച് ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്തായി? എണ്ണയും ഇല്ല, പിണ്ണാക്കും ഇല്ല. ആ രാജ്യം ആ ഒരു വഴിക്ക് ആകെ കിട്ടിയത് എന്താണ്? ആ മച്ചൂടയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുള്ള നോബൽ പ്രൈസ്, സെക്കൻഡ് ഹാൻഡ് നോബൽ പ്രൈസ് കിട്ടി എന്നുള്ളത് കവിഞ്ഞ് ഒരു കുന്തവും നടന്നിട്ടില്ല. ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതായത് ലോക പോലീസ് പട്ടം അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടിട്ട് കാലങ്ങളേറെയായി. അത് തിരിച്ചറിയാനും ഇല്ലെങ്കിൽ സാധാരണപ്പെട്ട ജനത്തിൽ അത് വ്യക്തമാകാനും ട്രംപിന്റെ ഭരണകാലം വന്നു എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ ട്രംപിന്റെ ഭക്തരുടെ ഒന്നും യൂട്യൂബ് ചാനലിൽ ട്രംപിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ട്രംപിനെ കുറിച്ച് പറയുന്നില്ല. പറയാൻ മാത്രം ട്രംപിനൊന്നുമില്ല. കാരണം ട്രംപ് പറഞ്ഞ തള്ളെല്ലാം പൊളിഞ്ഞു എന്നുള്ള കാര്യവും ട്രംപ് പറഞ്ഞിരുന്ന സാധാരണപ്പെട്ടവർക്ക് പോലും ട്രംപിന്റെ ഈ തള്ളുകൾ തള്ളായിരുന്നു എന്നുള്ളതും മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ ട്രംപ് എന്ന് പറയുന്നൊരു വിഷയമേ ആർക്കുമല്ല. കാരണം ഇപ്പൊ കുറെ ബോംബറുകളും കാര്യങ്ങളും കൊണ്ട് ഇറാനിൽ ഇട്ടിട്ടുണ്ട്. ഇറാനിൽ തൊട്ട് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് വലിയ വില ലോകം കൊടുക്കേണ്ടി വരും. അതും ട്രംപിനൊരു ബ്ലാക്ക് മാർക്ക് തന്നെയാണ്. അതായത് ഇറങ്ങി പോകുമ്പോൾ നല്ലതെന്ന് പറയിക്കാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഒരു നല്ല വാക്ക് പോലും കേൾക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒരു പ്രസിഡന്റ് മാത്രമായിരിക്കും ഇദ്ദേഹം. 2028 വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. ഓക്കെ, എന്ത് തന്നെ ആയാലും ഇതൊക്കെയാണ്. അതായത് ആ ഒരു അഹങ്കാരവും, കാരണം ഈ ട്രംപിന്റെ കൂടെയുള്ള JD വാൻസ് അടക്കമുള്ളവർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ പഴയ പ്രേതം പേരെ ഇരിക്കുന്നവരാണ്. സായിപ്പിന്റെ പ്രേതവും ഇല്ല ജന്മിയുടെ പ്രേതവും പിടികൂടിയിരിക്കുന്നവരാണ്. അവർക്ക് കാലത്തിന്റെ പോക്കും ഈ ലോകത്ത് നടക്കുന്ന ചെറുതും വലുതുമായുള്ള നീക്കങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ വന്നതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം. എന്തിന് ബ്രസീലും ഒക്കെ തന്നെ പോലും അതിനൊരു പിൻബലം. ഇപ്പൊ ഈ UAE തന്നെ ഇത്തരം കടുത്ത നിലപാടിലേക്ക് നീങ്ങാൻ, പാകിസ്ഥാനുമായിട്ടുള്ള ഇസ്ലാമാബാദിന്റെ വിമാന കരാർ റദ്ദാക്കാനും ഈ പറഞ്ഞ വ്യോമപാത അടയ്ക്കാനും ഒക്കെ ധൈര്യം പകർന്നത് ഇന്ത്യയുടെ കൂടി പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ആ ഒരു രാജ്യം ഇപ്പൊ നമ്മൾ ചോദിച്ചോട്ടെ, ഒറ്റപ്പെട്ട് നിൽക്കുന്നവന് നീ പേടിക്കണ്ട, ഞാനും നിനക്കൊപ്പം ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു ശക്തമായ രാജ്യം നിൽക്കുമ്പോൾ അവനൊപ്പം നിൽക്കാനും ആളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ സെൻട്രൽ ഏഷ്യയിലും സൗത്ത് ഏഷ്യയിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം. മുമ്പ് സൗത്ത് ഏഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമായിരുന്നെങ്കിൽ, ഒരു രാജ്യം മാത്രമായിരുന്നെങ്കിൽ, ഇന്നിപ്പോ ചൈനയല്ല ഇന്ത്യ കൂടി വന്നിരിക്കുന്നു ഉള്ളത്. ഇനി മറുഭാഗത്ത് നോക്കൂ, റഷ്യ യുദ്ധം തീരാൻ ചർച്ച നടത്തുന്നു, തീരാതിരിക്കാൻ ചർച്ച. ഇപ്പൊ ട്രംപിന്റെ ഗിയർവാണ് എന്തെങ്കിലും ഉണ്ടോ റഷ്യക്കെതിരെ? ഇപ്പൊ തീർക്കുമെന്നോ നാളെ തീർക്കുമെന്നോ? ഇല്ല. റഷ്യ കയറി അടിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഉക്രൈന്റെ കുറെ അധികം സ്ഥലങ്ങൾ ഇപ്പോൾ റഷ്യയുടെ പക്കലാണ്. ഇനി അവരുടെ പ്രധാനപ്പെട്ട സ്ഥലം കൂടി പിടിച്ചു കഴിഞ്ഞാൽ അവർ നിർത്തുമായിരിക്കും, റഷ്യ നിർത്തുമായിരിക്കും. അതല്ല വേറൊന്നും അവിടെ സംഭവിക്കാനില്ല. പിന്നെ ഇപ്പൊ ഗസയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. ഏതായാലും യൂറോപ്യൻ യൂണിയൻ വരുമ്പോഴത്തേനും വീണ്ടും ഇന്ത്യ കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ സാധ്യത കൂടുന്നുള്ളൂ. കാരണം നമ്മൾ യൂറോപ്പിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. ഡീസൽ ഉൾപ്പെടെ നമ്മൾ കയറ്റി അയക്കുന്നുണ്ട്. അപ്പോഴും നിർത്തുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമല്ലേ? ഡിസംബറിൽ നമ്മൾ ഇന്നലെ കണക്ക് പറഞ്ഞു. ഡിസംബറിൽ ധനുഷാണ് കണക്ക് പറഞ്ഞതെന്ന് തോന്നുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തതിന്റെ 43% കൂടുന്നതിന് കഴിഞ്ഞ അതിന്റെ തൊട്ട് മുമ്പത്തെ മാസം 32 ഉള്ളായിരുന്നു. ഇപ്പൊ 43 ആയി.
അപ്പം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. റിലയൻസ് പോലെയുള്ള ചില സ്വകാര്യ കമ്പനികൾ നിർത്തി, അത് ഈ മറ്റേ ലൂക്കോയിലും റോസ്നിഫ്റ്റുമായിട്ടുള്ള കരാറിന്റെ ഭാഗമായിട്ട്. അതായത് ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ഈ ഏഷ്യയിലെങ്കിലും കുറഞ്ഞ പക്ഷം ഇല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ ഇന്ത്യ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ശക്തമായ രാജ്യമാണ് എന്നുള്ളത് ഈ കരാറുകൾ വഴി. കാനഡ നമ്മളുമായിട്ട് ഭയങ്കര ശത്രുതയിലിരുന്ന ഒരു രാജ്യമാണ് കാനഡ. അവരും നിക്കക്കള്ളില്ലാതെ വന്നപ്പോഴാണ് ട്രംപ് ഇപ്പൊ ഈ ഭീഷണി, ചൈനയുടെ സാധനം മേടിക്കുന്നുള്ള ഭീഷണി കൊണ്ടാണ് വന്നത്. ഇനിയോ പറയുമായിരിക്കും ഇന്ത്യയുടെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി താരിഫ് വരുമെന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് പറയും. പക്ഷെ അവരൊക്കെ അത് എത്രത്തോളം കേൾക്കുമെന്നുള്ളത് കണ്ടറിയണം. കാരണം ഈ സൈനിക ബലത്തിന്റെ പ്രൊട്ടക്ഷൻ മാത്രം പോരല്ലോ, വയറ്റിലേക്കും വല്ലതും പോകണ്ടേ. അവര് ഇല്ലെങ്കിൽ എന്ത് വെച്ചാൽ അവർ ദരിദ്രമായിക്കൊണ്ടിരിക്കും, അവരുടെ ആയുധ സമ്പത്ത് അവർക്ക് ഉണ്ടായില്ല. നാളെ ഈ വേറൊരു രാജ്യം, ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഏതെങ്കിലും ഒന്നിനെ കയറി അറ്റാക്ക് ചെയ്താൽ, റഷ്യയോ മറ്റോ ഒക്കെ അറ്റാക്ക് ചെയ്യത്തില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവർ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രംപിന്റെ സ്വഭാവം അനുസരിച്ച് ട്രംപ് കാലുമാറിക്കളയും. നിങ്ങളെ പാടായെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പട്ടിണിയായി. അമേരിക്കയ്ക്ക് വേണ്ടി ഒരു പട്ടിണിയും സഹിച്ചു, ബിസിനസ്സുകളും കളഞ്ഞു, ഒടുവിൽ രാജ്യവും കളയേണ്ടി വരും. അങ്ങനെ ഏതെങ്കിലും രാജ്യം മുമ്പോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് നമുക്ക് കാണുന്നത്. ഇതിനകത്ത് വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ധനുഷേ, ഈ നരേന്ദ്രമോദിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ടീമുകളൊക്കെയാണ് ഈ ഫ്രാൻസിന്റെ മക്രോൺ, അതുപോലെ തന്നെ ഈ ജർമ്മൻ ചാൻസലർ ഒക്കെ അടുത്ത ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു വേവിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. മെലോണി പോലും ട്രംപ് പറയുന്നതിന് വാരിയെടുത്ത് അലക്കുകയായിരുന്നു ഈ അടുത്ത്. അപ്പൊ ഇവരെല്ലാം ഒരേ ഇതിൽ ചിന്തിക്കുന്നവരാണ്. അവരാരും വകവെക്കുന്നില്ല. അവർക്കൊരു ബലം പകർന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയിൽ 140 കോടി ജനം തന്നെയാണ്, ഇവിടുത്തെ വലിയ വിപണി തന്നെയാണ്, പിന്നെ ഏറ്റവും ഉപരി നമ്മുടെ രാജ്യത്തിന്റെ വിശ്വാസ്യത തന്നെയാണ്.